നമസ്കാരം. 2024 ജനുവരി 1 മുതൽ 2024 ഡിസംബർ 31 വരെ തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് പൊതുവിൽ ഇവർക്ക് വർഷമധ്യത്തോടെ കുറേയേറെ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നൊരു കാലമാണ്. 2023 വിവാഹം കഴിയാത്ത ചെറുപ്പക്കാർക്ക് യുവജനങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. കുറേയേറെ സാമ്പത്തിക ബാധ്യതകളൊക്കെ എല്ലാവരും അനുഭവിക്കേണ്ടി വന്നു. വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചവർക്ക് അത് സാധ്യമായി. എങ്കിലും പൂർണ്ണതയിൽ ഒരു കാര്യങ്ങളും എത്തിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. എങ്കിലും തൃക്കേട്ട നക്ഷത്രക്കാരുടെ ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും ശനിയെ നിങ്ങൾ ഉപാസിക്കുകയും ശനീശ്വര ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുകയും ശനീശ്വര വ്രതം ശനി ആഴ്ച ദിവസം വ്രതം എടുക്കുന്നതുമൊക്കെ നല്ലതാണ്. വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ സാധ്യമായിട്ട് വരുന്നതാണ്. കുറേയേറെ പ്രയാസങ്ങളെയും മധ്യത്തോടുകൂടി ഈ വർഷത്തിൻ്റെ 2024 മധ്യത്തോടുകൂടി നമുക്ക് നേരിടേണ്ടതായിട്ട് വരാം തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. എങ്കിലും നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ പ്രയത്നവും കൊണ്ട് അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്തു പോകാനായിട്ട് കഴിയുന്നതാണ്. സാമ്പത്തികമായിട്ട് ധാരാളം ബാധ്യതകൾ ഉണ്ടാക്കി വയ്ക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരാം. കാര്യതടസ്സങ്ങൾ, കാര്യത്തിനൊക്കെ വിഘ്നങ്ങൾ ഉണ്ടാവുക, ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കുക. ഇപ്പോൾ പണം ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ ഇത്രയേറെ ടേൺ ഓവർ റിട്ടേൺ വരും എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ ചിന്താഗതിയിൽ ദീർഘകാലമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക. വിദ്യാർത്ഥികൾക്ക് ഗുണകരമായിട്ടുള്ള പല നേട്ടങ്ങളും ആണെങ്കിലും അതിന് വിദ്യാർത്ഥികളുടെ അലസത മൂലം അത് നേടാൻ പറ്റാതിരിക്കുക. വിദേശ ജോലി ഉപേക്ഷിച്ച് പ്രവാസികൾക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരിക, ജോലി നഷ്ടപ്പെടുക. വാക്കുതർക്കങ്ങളിൽ നിന്ന് കഴിയുന്നതും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും. ചില മധ്യസ്ഥയിലൊക്കെ പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ആ പണം മടക്കി കൊടുക്കേണ്ടതായിട്ട് വന്നു ചേരാം. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളിലൊന്നും മധ്യസ്ഥ വഹിക്കാൻ പോകാതിരിക്കുന്നതാണ് ഉചിതം. കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനായിട്ട് ശ്രമിക്കുകയും സാമ്പത്തിക സഹായം കുടുംബാംഗങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് സഹായങ്ങൾ കിട്ടുകയും സഹായഹസ്തങ്ങളുമായിട്ട് ബന്ധുമിത്രാദികൾ നിങ്ങളെ മുന്നിലേക്ക് വരികയൊക്കെ ചെയ്യും. എങ്കിലും കഴിയുന്നതും കടം വാങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ തിരിച്ചു കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വാങ്ങാതിരിക്കുക. സമയത്തിന് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരും. അത് പിന്നീട് നിങ്ങൾക്ക് കുടുംബാംഗങ്ങളുമായിട്ടൊരു ഭിന്നാഭിപ്രായത്തിന് വഴിയൊരുക്കുന്നതാണ്. കച്ചവടക്കാർക്കൊക്കെ പ്രതികൂലമായ പല അവസരങ്ങളെയും പ്രതിബന്ധങ്ങളെയും നേരിടേണ്ടതായിട്ട് വരാം. ചെറുകിട കച്ചവടമാണെങ്കിലും ഒരു തരം ഇടത്തരത്തിലുള്ള കച്ചവടക്കാരെ നൂതന സംരംഭകരൊക്കെ ആണെങ്കിൽ പ്രതികൂലമായിട്ടുള്ള പല അവസരങ്ങളും നേരിടേണ്ടതായിട്ട് വരാം. സുഹൃത്തുക്കളൊക്കെ സഹായഹസ്തവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. പൈതൃകമായിട്ടുള്ള സ്വത്ത് വീതം വെച്ച് ലഭിക്കുകയും അത് വിറ്റ് പണമാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയും അതിന് പല തടസ്സങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് നേരിടേണ്ടതായിട്ടും വന്നു ചേരുന്നുണ്ട്. കർമ്മരംഗത്ത് നല്ല ഒരു ഉയർച്ച ഈ വർഷ മധ്യത്തിന് ശേഷം അനുഭവപ്പെടുന്നതാണ്. വർഷാവസാനത്തോടുകൂടി മേലധികാരികളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതും മേലധികാരികളിൽ നിന്നൊക്കെ നമുക്ക് അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഇരുമ്പ് വ്യവസായം ചെയ്യുന്ന കച്ചവടക്കാർക്ക്, ഇരുമ്പ് വ്യവസായം സ്വന്തമായിട്ട് ഇരുമ്പ് കച്ചവടമൊക്കെ നടത്തുന്ന വ്യവസായശാലകളൊക്കെ നടത്തുന്നവർക്ക് ഉയർച്ച അനുഭവപ്പെടുന്നതാണ്. യാത്രകൾ ധാരാളമായിട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. ദീർഘകാല നിക്ഷേപം എന്ന രീതിയിൽ പണം മടക്കി ചെയ്യുന്ന, അതായത് പണം മുടക്കിയിട്ട് ചെയ്യുന്ന ദീർഘകാല ഒരു 10 വർഷത്തിനപ്പുറത്തേക്കാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷമാണ്, 5 വർഷം കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഇരട്ടി റിട്ടേൺ കിട്ടുമെന്ന് വിചാരിച്ച് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് മുടക്കി ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നഷ്ടമാകാനാണ് സാധ്യതകൾ. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയേറെ ജാഗ്രത പുലർത്തുന്നത് വളരെ നന്നായിരിക്കും. ദോഷാധിക്യങ്ങൾ കുറഞ്ഞിരിക്കുന്നതിനായിട്ട് ശനിയാഴ്ച ദിവസം ശനീശ്വരന് അയ്യപ്പനും നീരാഞ്ജനം കത്തിക്കുക, എള്ളു പായസം നേദിക്കുക. നീരാഞ്ജനം കത്തിക്കുന്നതിനോടൊപ്പം തന്നെ ക്ഷേത്ര ദർശനവും നിരന്തരം ചെയ്യുന്നതും വളരെ നന്നായിരിക്കും. ശനി ദോഷമുള്ള ആൾ പോയിട്ട് ശനീശ്വര ക്ഷേത്രത്തിൽ പോയിട്ട് ശനി ദേവന് നീരാഞ്ജനം കത്തിക്കുകയോ എള്ളുപായസം കത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് പകരം വീട്ടിലുള്ള ഏതെങ്കിലും ഒരു അംഗം പോയിട്ട് അവിടെ പോയി ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ വിദേശത്തുള്ളവരാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ അത് അനുഭവയോഗ്യമാകണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം. വിദേശത്തുള്ളവർക്ക് സാധ്യമല്ല, അങ്ങനെ ആവാം. പക്ഷേ നാട്ടിൽ നിൽക്കുന്നവർ തീർച്ചയായിട്ടും ശനിയാഴ്ച ദിവസം ക്ഷേത്രത്തിൽ പോയിട്ട് ഈ പറയുന്ന തരത്തിലുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ ദോഷങ്ങൾ കുറഞ്ഞിരിക്കുന്നതാണ്.